ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. പി സി ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്കുലർ പാർട്ടി ബിജെപിയിൽ ലയിച്ചു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന് സമാപനം. FIH ഹോക്കി ഫൈവ്സ് പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഈജിപ്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദമാക്കിയ രാഷ്ട്രപതി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ വർഷമാണ് കടന്നുപോയതെന്നും പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ജനങ്ങൾ ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജ്യം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൂർത്തിയാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രം ജനങ്ങളുടെ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിന്റെ സാഫല്യമാണ്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370ാം അനുച്ഛേദം റദ്ദാക്കിയതും മുത്തലാഖ് നിരോധിച്ചതും സർക്കാരിന്റെ നേട്ടങ്ങളാണ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറാനായതും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമെത്തുന്ന രാജ്യമായതും മികച്ച ചുവടുവയ്പ്പുകളാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. വനിതാ സംവരണ ബില്ല് പാസാക്കാനായതിൽ പാർലമെന്റ് അംഗങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ. इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है. भारत चंद्रमा के दक्षिण ध्रुव पर झंडा फहराने वाला पहला देश बना. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ പ്രസംഗം 140 കോടി ഇന്ത്യക്കാരുടെ കൂട്ടായ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയെ കൂടുതൽ വികസിപ്പിക്കാനുള്ള കാഴ്ചപ്പാടും ഈ പ്രസംഗം ഉയർത്തിക്കാട്ടുന്നതായി സമൂഹ മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ധനമന്ത്രിയായ ശേഷമുള്ള നിർമ്മല സീതാരാമന്റെ 6ാം ബജറ്റിനാണ് നാളെ പാർലമെന്റ് വേദിയാവുക. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അടുത്ത മാസം 9 വരെയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പാർലമെന്റിലെ സഭാ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും അതുവഴി ഭരണഘടനാ മൂല്യങ്ങൾ കുറച്ചു കാണുകയും ചെയ്യുന്ന അംഗങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട അവസരമാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ ക്രിയാത്മക സംഭാവനകൾ നൽകിയ എംപിമാരെ എക്കാലവും ഓർത്തിരിക്കുമെന്നും എന്നാൽ തടസ്സമുണ്ടാക്കുന്നവരെ ഓർമ്മിക്കാനിടയില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 14 പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ പാർലമെന്റ് പിൻവലിച്ചു. കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് എംപിമാരെ സസ്പെൻഡ് ചെയ്തത്. അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന സഭാധ്യക്ഷന്മാർ അംഗീകരിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. രാജ്യസഭയിലെ 11 എംപിമാരുടെയും ലോക്സഭയിലെ 3 എംപിമാരുടെയും സസ്പെൻഷനാണ് റദ്ദാക്കിയത്. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 6.7% വർദ്ധിപ്പിച്ച് അന്താരാഷ്ട്ര നാണയനിധി. 6.3% വളർച്ചയാണ് മുൻപ് കണക്കാക്കിയിരുന്നത്. ശക്തമായ പൊതുമേഖലാ നിക്ഷേപവും തൊഴിൽ വിപണിയിലെ അനുകൂല പ്രവണതയുമാണ് വളർച്ചയ്ക്ക് കാരണമായി IMF ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും IMF വ്യക്തമാക്കി. 16ാം ധനകാര്യ കമ്മീഷൻ മുഴുവൻ സമയ അംഗങ്ങളെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സെക്രട്ടറി അജയ് നാരായൺ ഝാ, മുൻ സ്പെഷ്യൽ സെക്രട്ടറി ആനി ജോർജ് മാത്യു, ഡോക്ടർ നിരഞ്ജൻ രാജാധ്യക്ഷ, ഡോക്ടർ സൌമ്യകാന്തി ഘോഷ് എന്നിവരെയാണ് മുഴുവൻ സമയ അംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ ചെയർമാനായി 16ാം ധനകാര്യ കമ്മീഷൻ 2023 ഡിസംബർ 31 രൂപീകരിച്ചിരുന്നു. 2026 ഏപ്രിൽ 1 മുതലുള്ള 5 വർഷ കാലയളവിലെ ശുപാർശകൾ 2025 ഒക്ടോബർ 31 മുൻപ് സമർപ്പിക്കണമെന്നാണ് കമ്മീഷന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയായി. 3 ദിവസം നീണ്ട ചർച്ചയാണ് ഇന്ന് സമാപിച്ചത്. സംസ്ഥാന താൽപര്യങ്ങളെ കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും കൈയൊഴിയുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. കേന്ദ്ര സമീപനം സാമ്പത്തിക ഉപരോധത്തിന്റെ രൂപത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവർണറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കാർഷിക മേഖല ഉൾപ്പെടെ പല മേഖലകളും തകർച്ചയിലാണെന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിടുന്നത് സർക്കാർ ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ശ്രീ പി.സി. ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്കുലർ പാർട്ടി ബിജെപിയിൽ ലയിച്ചു. ന്യൂഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രിമാരായ വി. മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന പാർട്ടി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ലയനം. വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ശക്തികളെ ഈ നീക്കം ശക്തിപ്പെടുത്തുമെന്ന് ചടങ്ങിൽ ശ്രീ വി. മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബിജെപിയുടെ സ്വീകാര്യത വർദ്ധിക്കുകയാണെന്ന് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ശ്രീ പി.സി. ജോർജ് പറഞ്ഞു. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, കേരള ജനപക്ഷം സെക്രട്ടറി ജോർജ് ജോസഫ് എന്നിവരും അദ്ദേഹത്തിനൊപ്പം ബിജെപി അംഗത്വം സ്വീകരിച്ചു. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാഞ്ചിയിൽ ചോദ്യം ചെയ്തു. ഝാർഖണ്ഡ് മുക്തി മോർച്ച തലവനായ ശ്രീ സോറൻ ഭരണമുന്നണി MLA-മാരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തിരുന്നു. തിങ്കളാഴ്ച സോറനെ ചോദ്യം ചെയ്യാൻ ഡൽഹിയിലെ വസതിയിലെത്തിയ ED ഉദ്യോഗസ്ഥർ 2 കാറുകളും 36 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്ത ED ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. തിങ്കളാഴ്ച മുഖ്യമന്ത്രി സോറന്റെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡ് നടത്തുകയും ലുക്കൌട്ട് നടപടി ആരംഭിക്കുകയും ചെയ്തതിനെതിരെ SC/ST ആക്ട് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഫോണുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങളുടെ ഇറക്കുമതി തീരുവ 5% കുറച്ച് കേന്ദ്ര സർക്കാർ. ധനമന്ത്രാലയ വിജ്ഞാപനമനുസരിച്ച് ബാറ്ററി കവർ, ഫ്രണ്ട് കവർ, മിഡിൽ കവർ, മെയിൻ ലെൻസ്, ബാക്ക് കവർ, GSM ആന്റിന, സിം സോക്കറ്റ്, സ്ക്രൂ തുടങ്ങിയ പാർട്ടുകളുടെ തീരുവ 15% നിന്ന് 10%ആയാണ് കുറച്ചത്. എന്നാൽ കുറഞ്ഞ ഇറക്കുമതി തീരുവ എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് ചരിത്രപരമായ നേട്ടമാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. പത്രപ്രവർത്തനം, പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന മഹത്തായ ചരിത്രമാണ് IIMCക്ക് ഉള്ളതെന്ന് ശ്രീ താക്കൂർ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. 5 തണ്ണീർത്തടങ്ങളെ കൂടി റാംസർ കൺവെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇന്ത്യ. ഇതോടെ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട തണ്ണീർത്തടങ്ങളുടെ എണ്ണം രാജ്യത്ത് 80 ഉയർന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നു. ജംഷഡ്പൂർ ടാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന്റെ സമാപന ചടങ്ങ് ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ, തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 5600-ലധികം കായിക താരങ്ങളാണ് ഈ മാസം 19 മുതൽ നടന്നുവരുന്ന യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. FIH ഹോക്കി 5 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഈജിപ്തിനെ നേരിടുന്നു. ഇന്നലെ കെനിയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യ 4-9 ഗോളുകൾക്കാണ് വിജയിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 612 പോയിന്റ് ഉയർന്ന് 71,752-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 204 പോയിന്റ് നേട്ടത്തിൽ 21,726-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കേരള നിയമസഭയിൽ പൂർത്തിയായി. പി.സി. ജോർജ് നേതൃത്വം നൽകുന്ന കേരള ജനപക്ഷം സെക്കുലർ പാർട്ടി ബിജെപിയിൽ ലയിച്ചു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 6ാം പതിപ്പിന് സമാപനം. FIH ഹോക്കി 5 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ഈജിപ്ത് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.